എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാൻ ഇങ്ങനെ ഓൺ വീഡിയോ വന്നിട്ട് നമ്മളെ പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നേ. നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ നാരായണീയ സംബന്ധിയായിട്ട് സമർപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർക്ക് റൂം കിട്ടിയത് നമ്മുടെ ശ്രീവത്സത്തിലാണ്. ഞാനും സാറോടെ റൂം എടുത്തത് NSSൻ്റെ ഒരു റൂമിലുമാണ്. അവിടെ ചെന്ന് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് വെളുപ്പിന് ഇറങ്ങിയിട്ട് 2 മണിക്ക് എണ്ണിച്ച് നമ്മൾ പോയി. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങാൻ വേണ്ടി, ആ 2 മണിക്കൂർ പോലും ഉറങ്ങാൻ സമയമില്ല. കാരണം പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് സമർപ്പണമായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ റൂമിൽ ചെന്നപ്പോൾ ഒടുക്കത്തെ ഇത്രയും നാൾ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. റൂമിൽ ഞങ്ങൾ കിടന്നുറങ്ങാൻ പറ്റിയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ കൊതുവാണ്. ഞങ്ങൾ കൊതുവിനൊക്കെ അവസാനം എണ്ണിച്ച് കുളിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ നിന്നാൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ പിറ്റേന്ന് റൂം വെക്കരി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനവനോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നപ്പം അവർ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് പൈസ അടയ്ക്കുന്നുണ്ട്. ആ പൈസ വാങ്ങിക്കുന്ന അവിടെ യാതൊരുവിധ വേസ്റ്റ് മാനേജ്മെൻറ്റും ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കുറച്ച് നേർക്കാഴ്ചകളിലൂടെ ഞാനിവിടെ ഇടാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് വോയിസ് ഇടാം. അപ്പം നിങ്ങളിന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എനിക്ക് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ഇത് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിലെ എന്താണ് പാചകപ്പരയുടെ ബൈക്ക് വെച്ചോണം. NSSൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ വന്ന ഒരു ഓടയാണ്. ഇതിനകത്തെല്ലാം ഇഷ്ടംപോലെ ഇതുണ്ട്. പടിഞ്ഞാറേ അടയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുണ്ട് അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ 3 ദിവസമായിട്ട് വെള്ളി ശനി ഞാൻ ബക്രീദിൻ്റെ അവധിയൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റാത്ത ആയിരുന്നു. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി വന്ന് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്നാലും ഇവിടുത്തെ ഓടകളിൽ നിന്നുള്ള വെള്ളമൊക്കെ പോയി വീഴാനുള്ള ഒരു സിസ്റ്റം ഒന്നും ഇവിടില്ല. അപ്പം നമ്മൾ മിക്കവാറും അവിടെയൊക്കെ നടക്കുന്നവർക്കൊക്കെ മനസ്സിലാവും കൊതുവിൻ്റെ ശല്യം. ഏറ്റവും വലിയ രസം പറഞ്ഞാൽ കൊതുവിൻ്റെ ശല്യമാണ്. ഇതിനു വേണ്ടി ആളുകൾ വരുന്നതാണ്. ഇതുവഴി പകർച്ചവ്യാധികൾ ഇഷ്ടം പോലെ ഉണ്ടാവാം. ഈ വീടുകളിൽ കയറി പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുകയും അത് കണ്ടിട്ട് ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. റൂമിലെ കൊതുവിനെ കണ്ടോ, ഓരോ തുണിക്കകത്തും ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഞങ്ങളിന്ന് ജസ്റ്റ് നൂത്തിട്ടിട്ട് ഇത് കണ്ടോ. മനുഷ്യനെ ഉറക്കിയില്ല. 2 മണിക്കൂർ കുത്തിയിരുന്ന് കൊതുവിനെ ഓടിക്കുന്നതല്ലാതെ ഒരു ഫാനുണ്ട്, അതിനൊട്ട് മുടിഞ്ഞ സൗണ്ട് അല്ലാതെ കാറ്റുമില്ല. കണ്ടോ കൊതുവിനെ കണ്ടോ, ചെറിയ കൊതൊന്നും അല്ല. ഇത് കുത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഇത് മാറ്റരുത്. ദേഹം മൊത്തം മുറിഞ്ഞ് കുത്തി പെട്ടെന്ന് മുറിയും കേട്ടോ. നമ്മൾ ചൊറിയുമ്പം അത് മുറിയും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൊതുവൊക്കെ കുത്തി 2 മണി കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റൊക്കെ പോയി. ഇതങ്ങനല്ല, അടിപൊളി എഫക്റ്റ്. അവിടുത്തെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നുണ്ടായിരിക്കാം. എന്തുമായാലും ഒരു രക്ഷയില്ലാത്ത അനുഭവമായി പോയി. അവസാനം ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ക്ഷീണം ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, കൊതുവൊന്നും ഒരു മര്യാദ ഇല്ലാത്ത കൊതുവ് കേട്ടോ. കൊണ്ടാണ് കൊതുവിൻ്റെ തിരി വാങ്ങിക്കാൻ പാരാത്രി വരുമ്പം താക്കോലുമ്പോൾ നിങ്ങളുടെ കൊതുക് കൊണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ തിരിയെങ്കിലും വാങ്ങിച്ച് വെക്കും. ഇത് അതുമില്ല. അവർ നേരത്തെ പറഞ്ഞ് നമ്മളാണെങ്കിൽ കൊതുതിരി വാങ്ങിച്ച് വെച്ചതിന് ആ 11:30 ഉള്ള കടലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് ഇതുണ്ടോ. സൂപ്പർ കൊതുവ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൊതുവാണേ ഇത്. കൊതുവിനെ പിടിക്കാനുള്ള പണിയാട്ടോ, കിട്ടിയില്ല. കൊതുക് പറ്റിച്ചു. കൊതുവിനെ 2 തവണ കൊന്നു. ഇനി കൊലപാതക ശ്രമത്തിന് കേസ് വരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ പട്ടി സ്നേഹം പറയുന്നതിനോട്ടെ ഇല്ല, സ്നേഹിക്കാം, ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് കണ്ട് നമ്മുടെ ശ്രീവത്സത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ശ്രീവത്സ ഹോട്ടലിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കേട്ടോ. കക്കൂസ് മാലിന്യമാണ് ആ കാണുന്നത്. കിടക്കുന്നതെന്ന് അറിയോ, പുറത്ത് വളരെ മനോഹരമായ കക്കൂസ് മാലിന്യം കണ്ടോ. ഈ ഓടയ്ക്കകത്തൂടെയൊക്കെ ഇത് ഒഴുകി പോകുന്നത് കണ്ടോ. ശ്രീവത്സവും അപ്പുറത്ത് കാണുന്ന പഴയുടെ ഹോട്ടലൊക്കെയാണ് കേട്ടോ. പാഞ്ചജന്യം പഴയുടെ ഹോട്ടൽ ഒക്കെയാണ്. ഇത് കണ്ടോ, ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഇത് തെളിവ് വീഡിയോ എടുത്തത് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച ഉച്ചക്കെടുത്ത വീഡിയോ ഇത്, ലൈവ് വീഡിയോ എടുത്തതാണ്, ഞാൻ എടുത്തതന്നെയാണ്. അതുകൊണ്ട് പരാതി ഉള്ളവർക്ക് നേരിട്ട് പറയാം. അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ശ്രീവത്സൻ്റെ ബാക്കി വെച്ചോ ഇത് കണ്ടോ. പൈപ്പ് പൊട്ടി ആ ഡോറും അടച്ചു വെച്ചിട്ട് ഇവർക്ക് കക്കൂസ് മാലിന്യമാണ്, സാധാ വെള്ളമൊന്നുമല്ല, കക്കൂസ് മാലിന്യം കണ്ടല്ലോ. ഇതിന് അവിടെ പറഞ്ഞ മുനിസിപ്പാലിറ്റി എന്ന് ചെയ്യുന്നത്, ഇത് മുനിസിപ്പാലിറ്റി പൈസ വാങ്ങിക്കണമെങ്കിൽ അത് ചെയ്യണം. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മണ്ണൊക്കെ അടിച്ചുകൊണ്ട് പോയതാണ്ടോ. ഇത് ബാക്കിലെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടില്ലേ കാണിച്ചത്, അത് വേറൊന്നുമല്ല, അതിപ്പോൾ കോൺട്രാക്ടറിനാണ്. പക്ഷേ അവിടെ നേരത്തെ കുറേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങൾ മൊത്തം പൊളിച്ചു, തകരാറായി നശിച്ചു പോയെന്ന് പറഞ്ഞാൽ പൊളിച്ചതൊക്കെ. പക്ഷെ പൊളിച്ചപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ അടിത്തറ വരെ ഇളക്കിക്കൊണ്ടുപോയി. മണ്ണ് തറ ലെവൽ ചെയ്യാതെ അതിലും താത്തെടുത്തുകൊണ്ട് പോയി. അത് ഏത് ഇതാണെന്ന് നമുക്ക് പറയണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവിടെ മൊത്തം കുഴിയാവുകയും മഴ പെയ്ത് അവിടെ അതിനേക്കാൾ മലിനമാവുകയും കൊതുകും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മുനിസിപ്പാലിറ്റി അവർക്ക് പേപ്പർ കൊടുത്തു, അത് തറ ലെവലാക്കാതെ പാർക്കിംഗ് പറ്റത്തില്ല എന്നിട്ട്. പക്ഷേ എന്തുകൊണ്ട് അതിന് മുമ്പ് മണ്ണെടുത്തുകൊണ്ട് പോയവർ തറ ലെവലിലാണോ എടുത്തതെന്ന് ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ MC റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടംപോലെ കുന്നും മലയൊക്കെ ഇടിച്ച് നശിപ്പിച്ച് ഹൈവേയിലേക്ക് മണ്ണടിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക്
അവിടെയും കാണാൻ സാധിക്കും പല പല പ്രശ്നങ്ങളും. ഇപ്പം തന്നെ കാണാം, വീടിൻ്റെ കുന്നിൻ്റെ മണ്ടയ്ക്ക് നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വീണുണ്ട്. അത് ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിലാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? എല്ലാം കാശുണ്ടെങ്കിൽ എല്ലാം നടക്കും, എന്തും നടക്കും, എവിടെയും നടക്കും, ആർക്കും എന്തും ആവാം. അതുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ ഇപ്പോൾ പുറത്താക്കും. പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതിന് പൊങ്കാലിടാൻ ഇഷ്ടംപോലെ ആളുകളും വരും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, അത് വേറെ കാര്യം. ഇടയ്ക്ക് കുറച്ച് നിർത്തിയതിന് പക്ഷേ നമുക്ക് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, ക്ഷമിക്കണം.